സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകും. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെന്ന് നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിത്യവും നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. സൈന്യങ്ങളുടെ ദൈവമേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി നിനക്ക് സ്തുതി. കുരുകിലും മീവൽ പക്ഷിയും നിൻ്റെ യാഗപീഠത്തിൽ കൂടുകൂട്ടിയതുപോലെ ഞങ്ങളും അവിടുത്തെ യാഗപീഠത്തോട് അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളുടെ മധ്യം എഴുന്നള്ളിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകാശം ചായിച്ച് അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് വിശുദ്ധ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. അവിടുന്ന് സാന്നിധ്യമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ദുഃഖങ്ങളും ഭാരങ്ങളും വേദനകളും മറ്റാരോടും പറയുവാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുമാണ്. ആരെങ്കിലും ഇന്ന് ഈ ദേവാലയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് അവരോട് സംസാരിക്കണമേ. അവരുടെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കണമേ. അവരുടെ ഹൃദയ തകർച്ചയെ മാറ്റണമേ. അവരുടെ കണ്ണുനീരിനെ നീ തുടച്ചു മാറ്റണമേ. ദൈവമേ, നിൻ്റെ കൃപ അതൊന്നു മാത്രമാണ് ഞങ്ങളിവിടെ നിലനിർത്തിയിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. ആ കൃപ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും പിൻവലിക്കരുതേ എന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, നിന്നോട് കൂടെ ഉണ്ടെന്ന് അറിയിച്ചൊരു ദൈവശബ്ദം സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ കുറവുകൾ, കുറ്റങ്ങൾ, ബലഹീനതകളൊന്നും അവിടെ നോക്കരുതേ, കണക്കിടരുതേ. അവിടുന്ന് ഞങ്ങളെ വാഴ്ത്തണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന യേശു, ഞങ്ങളുടെ കണ്ണുനീരിനെയും പ്രാർത്ഥനകളെയും നീ മറികടന്നു പോകരുതേ. ദൈവമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. 50-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകളിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ, വിളിയെ വിസ്മരിച്ചു പോകുന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ പരാജയങ്ങൾക്കും കാരണം. ദൈവത്തിൻ്റെ വിളിയോട് നമുക്ക് ക്രിയാത്മകമായി പ്രതികരിക്കാം. ദൈവത്തിൻ്റെ വിളിയോട് ക്രിയാത്മകമായി നമുക്ക് പ്രത്യുത്തരിക്കാം. യേശു നമ്മെ വിളിക്കുന്നത് സമാശ്വസിപ്പിക്കുവാനാണ്, സാന്ത്വനം നൽകുവാനാണ്. അവരവരുടെ കുരിശുമെടുത്തുകൊണ്ട് ക്രൂശിതൻ്റെ പിന്നാലെ കടന്നു ചെല്ലുവാനാണ്. എന്തുമായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ വിളിയോട് നമുക്ക് പ്രതികരിക്കാൻ ഇടയാകട്ടെ. ഏറ്റവും പഴയ ഒരു ഗീതം നമുക്ക് ഒന്ന് ചേർന്ന് പാടാം. യേശു വിളിക്കുന്നു എന്നും യേശു വിളിക്കുന്നു. അൻപെടുന്ന യേശുവിൻ്റെ കരങ്ങൾ നീട്ടി നമ്മെ മാടി വിളിക്കുന്നു. എല്ലാവർക്കും ഈ ഗീതം പരിചിതമാണ്. നമുക്ക് വിളിക്കുന്നു
മനസ്സിനെ അറിയുന്ന ദൈവം, എൻ്റെ ആത്മാവിനെ അറിയുന്ന ദൈവം, ജീവിതമാകുന്ന ഈ യാത്രയിൽ കാലടികൾ പതറിപ്പോകുമ്പോൾ എന്നെ താങ്ങി നടത്തുന്ന ദൈവം, മനസ്സ് തകർന്ന് ഞാൻ കരയുമ്പോൾ എൻ്റെ പാപങ്ങൾ മായ്ച്ച് എന്നെ വിശുദ്ധമാക്കുന്ന ദൈവത്തിൻ്റെ കൃപ, ന്യായവിധിയുടെ ഓർമ്മപ്പെടുത്തൽ അതിൻ്റെ ജീവിതത്തിന് പുതിയ തലങ്ങൾ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന